10ാം ക്ലാസ് വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? മനോഹരം. അത് കഴിഞ്ഞ് +2 അതിമനോഹരം. പിന്നെ എറണാകുളത്ത് വന്ന് കോളേജ് അഡ്മിഷൻ എടുത്തപ്പോഴോ അതമ്പതിച്ച്. എല്ലാത്തിനും കാരണം ഈ ഡാഡിയസ് മോൻ ഒറ്റ ഒരുത്തനെ. എന്താണ് മച്ചാനെ അങ്ങനെ ഒരു സംസാരം? പച്ചമലയാളത്തിൽ പറയണ മച്ചാനെ പച്ചക്കാണ്. ഇതെടുത്ത് ഞാൻ അണ്ണാക്കി കേട്ടു പറയണ. ദിനേശെ കളിക്കല്ലേ, വേനിക്കും സ്ലാങ് മാറിയെന്നല്ലേ ഉള്ളു, ലാംഗ്വേജ് ഒന്നല്ലേ. കഴിഞ്ഞ വർഷം തീരാറായപ്പോ നീ എന്തോടാ പറഞ്ഞത്? പോയിട്ട് അടുത്ത വർഷം കാണാന്നറിയാ. ആ സ്പീക്കറിൽ നിന്നോടാ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അല്ല, എറണാകുളത്തോട്ട് കെട്ടുമുട്ടിച്ചങ്ങ് പറക്കാതെ. എന്ത് രാത്രി നമ്മൾ മറൈൻ ഡ്രൈവ് പോയി ചായ കുടിച്ചിരിക്കാറില്ലേ? അവിടെ പോയി കൊതുകടിയുള്ളതിന്റെ പേര് അച്ചിരില്ലേ. വേറെ സാധനം ഉണ്ട്, ലുലുമളി 5 പൈസയിലാ കറങ്ങിട്ട് പറയാ വൈബെന്ന്. ഇത് കണ്ടു കുറെ എണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ആഹാ, എറണാകുളത്തെ ഗേൾസിനെ പറ്റി പറയടാ. പക്ഷെ പട്ടിണിയല്ലേ. ഇന്നലെ ഞാൻ നോക്കിയപ്പോ ഈ മല പോലിരിക്കുന്ന മനുഷ്യൻ ബ്രെഡും തൈരും കൂട്ടി തിന്നുന്നു. അയ്യോ, അത് 4 ദിവസം മുമ്പ് വാങ്ങിച്ചു വെച്ച പാലാണ്. തൈര്. എടാ, ഇതുപോലത്തെ ഒരു ഫോട്ടോ പണ്ട് നമ്മള് സയൻസ് ബുക്കിൽ കണ്ടിട്ടില്ലേ? ആ പൂപ്പ. ശലഭമേ ഒന്ന് വിരിയുവോ? ബ്രോ ബൈക്കിന്റെ ചാവി ഒന്ന് വരൂ. റംസാനെ വെളുപ്പിന് 4 മണിക്ക് എവിടെ പോകുന്നു? പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോകുന്നു. നമ്മുടെ കൊച്ചു വെയിറ്റിംഗ് കാണാൻ പോവാനാണ്. ആ ടേബിളിന്റെ അവിടെ ഇരിപ്പുണ്ട്. ചെല്ലും. രാവിലെ ഉറക്കോ രാത്രി കറക്കോ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് അമേരിക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് തന്താണ്. മച്ചാനെ പേപ്പറുണ്ടാ? മനോരമയെ മാതൃഭൂമി. അജേഷിന്റെ റൂമല്ലേ? അജേഷിന്റെ റൂം അപ്പുറത്തടാ. പോടാ, പുക മാറ്റി നോക്ക്. പോടാ. എന്തായാലും നമ്മുടെ വീട്ടുകാർക്ക് അഭിമാനിക്കാം. അയ്യോ, സാറ് തഹസിൽദാർ അല്ലേ? ഏയ്, ജോലിയൊന്നും ആയില്ലെങ്കിൽ നമ്മൾ ഈ സാമാനൊന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. യെസ്, വി എക്സിസ്റ്റ്. അജേഷ് പേപ്പർ എന്ന് വെച്ചപ്പോ മനോരമ. എടാ, നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ലടാ. അപ്പൊ അജേഷ് ഏത് റൂമില്? ബാത്റൂമില്. പോടാ. ഓ, നീ പള്ളിമൂടല്ല അല്ലേ ബ്രോ? ഇത് മൂട് വെഞ്ഞാറമൂട്. പോടാ. അജേഷേ, ഇവന്മാര് മൂടല്ലടാ. സത്യം പറഞ്ഞ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ച്. അത് ശരിയാ. കൂട്ടുകാരെന്തുവാ പറഞ്ഞു വരുന്നേ? അല്ലെങ്കിൽ ഒറ്റത്തടിയായിട്ടൊക്കെ നടന്നാ മതിയോ? ഒരു കുടുംബമൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ? എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാര് പറയണം എന്ത്? ഞാൻ പുണ്യം ചെയ്തവനാണ്. അങ്ങനെ ആയിരിക്കില്ല, അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോ അവൾ എന്നെ മോനെയും തിരിച്ചു വിളിക്കണം. നിന്റെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് എന്തേലും ഇട്ടട്ടെ വിളിക്കൂ. ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം. കാലം കുറെ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റൂലേ. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പം അല്ല, എന്താണ് ജോലി? സ്റ്റോപ്പ്. ജോലിക്ക് പോയിട്ട് വരുമ്പം അവൾ എന്നെ കാണുമ്പോ ഓടി വരണം. എന്നാ നീ ഒരു പട്ടിയെ വാങ്ങിച്ച് കെട്ടറ. അതാകുമ്പോ ഓടി വരെയും ചെയ്യും, 2 നക്ക് നക്കുകയും ചെയ്യും, വേണേ ദേഹത്തൊന്ന് മുള്ളിയും തരും. ഇങ്ങോട്ടോ. ഞാൻ കെട്ടുന്ന പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേലും അവളെനിക്ക് സുന്ദരിയായിരിക്കും. മാപ്പിളപ്പാട്ടും കേട്ടിരിക്കുക പുയ്യാപ്പിള. ദുരന്തം. ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോ ഇങ്ങനെ ഇമ്മ വെട്ടാതെ നോക്കിയിരിക്കണം. കോങ്കണ്ണുണ്ടോടാ നിനക്ക്? ഇല്ല. ഇന്നത്തെ കാലത്ത് ഈ പ്രേമമില്ലാത്ത പെണ്ണുങ്ങളെ കിട്ടാൻ ഭയങ്കര പാടല്ലടാ. അതിപ്പോ നമുക്കില്ലെന്നും പറഞ്ഞു. സംഭവം നമ്മൾ 10 പെണ്ണുങ്ങളെ നോക്കി ഒരെണ്ണം വളഞ്ഞാലായി. അവളുമാര് 10 എണ്ണത്തിന് നോക്കിയ 10 എണ്ണം വളയും. ഇമ്മ വെട്ടിയില്ലേ ഇതുവരെ? ദേ നമ്മുടെ ഭാര്യമാരുടെ സങ്കല്പം എന്റെ നോക്കി. ഭാര്യയായിരിക്കും. If you were to marry, how much would you expect your husband to earn on a monthly basis? 5 lakhs per month. മാസം 5 ലക്ഷം എന്നല്ലേ എന്റെ ഭാര്യ പറഞ്ഞത്? സമാധാനമായി. അപ്പൊ പെണ്ണ് കിട്ടത്തില്ല. എന്റെ വാപ്പ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. ജെട്ടി പണയം വെച്ച് അതിന് ചേർന്നെന്നാ കേട്ടെ. അപ്പൊ നമ്മുടെ സങ്കല്പമൊക്കെ അത് വെറും സങ്കല്പമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇമ്മ കംപ്ലീറ്റ് വെട്ടി. അച്ഛ ഫോണ്. എവിടെ പോയാലും 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറി കാണാം. അതല്ല, അച്ഛന് ഫോണെന്ന്. എനിക്കെന്തിനാടാ ഈ ടച്ച് ഫോണ്? എന്റെ പൊന്നെ ചേട്ടൻ ദുബായിന്ന് കൊടുത്തു വിട്ടാണ് നിങ്ങളുടെ മോന്താണ്ട് സംസാരിക്കാൻ. പണ്ടവനെന്റെ മോന്താണമ്മ ചൊറിച്ചിലായിരുന്നല്ലേ. എനിക്ക് അറിഞ്ഞൂടാ, തന്റെ മോനോടെ തോണ്ടിയോ ചൊറിഞ്ഞോ എന്താന്ന് വെച്ചാ ഇരി, ഞാൻ വന്നു. എടാ, ഇതിൽ എവിടെ തോണ്ടിയാലും എന്നെ കാണുന്നുള്ളു, അവനെ കാണുന്നില്ല. നോക്കേ. ഇതാരിത്? ആരാത്? അച്ഛനായത്? ഞാൻ കരുതി മൊബൈൽ കണ്ടുപിടിച്ച ആരോ ആന്ന്. കണ്ടതി പിടിച്ച് ഞെക്കിയിട്ട് ഇപ്പൊ എന്തോ വേണം? സതീശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചത്? സതീഷേ, മോനെ സതീഷേ. മോനെ സതീഷേ എന്ന് വിളിച്ചാൽ ഞാൻ കിട്ടൂല. ഇതാണ് വാട്സാപ്പ്. ഈ പച്ചമാങ്ങ ഇതി പിടിച്ച് ഞെക്കിയിട്ട് ഇത് ഞെക്കിയാ മതി. സതീഷ് ഇതിനകത്ത് ഇരിപ്പുണ്ട്, കൊണ്ടുപോ. കാശും ചെലവാക്കി ദുബായ് പറഞ്ഞു വിട്ടാനെ പച്ചമാങ്ങ കയറി ഇരിക്കുന്നു. വൃത്തിയോട് മോനെ. എന്ത്? ഒരു ചുമന്ന ആപ്പിൽ കയറിയപ്പോ വേണ്ടാത്തൊക്കെ പ്ലേ ആയടാ. വേണ്ടാത്തിനകത്ത് കയറി ഞെക്കൂ. പഴയ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ദുബായി പോയാൽ. അവ ഈ ചുമന്ന ആപ്പിളി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചുമന്ന ആപ്പിളി കാണും നിങ്ങളുടെ ആര് പറഞ്ഞു? സതീശൻ പച്ചമാങ്ങ കാണുമെങ്കിൽ ഇവൻ ചുമന്ന ആപ്പിളി കാണുമല്ലോ. അങ്ങനെ എന്താ ദുബായ് ഫ്രൂട്ട്സ് അടയാ? നിങ്ങൾ ഈ പച്ചമാങ്ങ തോണ്ടിയിരുന്നാ മതി. ആകെ 3 ലക്കം ഉണ്ട്. ഇതിൽ എവിടെ ഇട്ട് തോണ്ടും ഞാൻ? കണ്ടോ,
ഇതാണ് ഫേസ്ബുക്ക്. ഞാൻ പോയി ഒരു പേന എടുത്തോണ്ട് വരാം. എന്തിന് ഇതിനകത്ത് പറ്റൊന്നും എഴുതാൻ പറ്റൂല. പിന്നെ ഇതിലെങ്കിലും ഒരുപാട് ആന്റിമാരെ കിട്ടും. നോക്കിയൊക്കെ തോണ്ടണം. തോണ്ടാ നീ എന്നെ അച്ഛാ ഈ തണ്ടിനെ ആര് പറയട്ടെ വീട്ടിൽ കയറ്റിയത്? ഈ തണ്ടി വിളിച്ചിട്ട് അല്ല നിന്റെ അച്ഛൻ വിളിച്ചിട്ട്. ഇവനെ കഴിഞ്ഞ മാസം കഞ്ചാവ് വെള്ളത്തിന് പിടിച്ചതാ. കറിവേപ്പില വാങ്ങിച്ച തൈ മാറിപ്പോയി. അതങ്ങനെ സ്വന്തം നന്ദയ്ക്ക് പഠിപ്പിച്ചെന്നില്ലേ കണ്ട നന്ദയില്ലാത്തവരെയൊക്കെ വിളിച്ച് പഠിക്കേണ്ടി വരും. എന്നാ പാപ്പിച്ച് കൊടു. ആ കൊടുക്കും. എടാ എനിക്ക് ബോറടിക്കുന്നടാ. എന്നാ ലൈവ് ഇട്. ഇത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമല്ലേ. 500 ഫ്രണ്ട്സ് ഉണ്ട്, സംസാരിച്ചോ. ഹായ് ഫ്രണ്ട്സ്. ഈ പണ്ട് തോണ്ടാനൊന്നും കിട്ടാത്തപ്പോഴേ എന്തു തോണ്ടിയായിരുന്നു വിനോദം കണ്ടെത്തുന്നത്? ഞാൻ കാട്ടി കയറും. എന്തിന്? കസ്തൂരിമാനെ അറിയാവോ? സൂര്യ ടിവിയില്. സീരിയൽ അല്ലടാ, ഇത് ഒറിജിനൽ മാൻ. അതിനെ വെട്ടി കറി വെച്ച് തിന്നും. അതിലും വെറൈറ്റി ഒരു സാധനമുണ്ട്. സിംഹവാലം കുരങ്ങനെ 5 ദിവസം കുടത്തിലിട്ട് വാറ്റും, എന്നിട്ട് അങ്ങ് കുടിക്കും. അപ്പൊ ഒരു തരിപ്പ് കിട്ടും. അത് വേറെ ഒന്നിനും കിട്ടത്തില്ലടാ. അതും പോരായിട്ട് പിന്നെ ആനക്കൊമ്പന്റെ വീട്ടിലെ കട്ടിലിന്റെ അടി ഇരിപ്പോണ്ട്. പോവല്ലേടാ, കഴിഞ്ഞ ദിവസം കേറി പിടിച്ച മയിലിന്റെ എണ്ണ ഇരിപ്പോണ്ടാ. മതിയണ്ണ, അതെന്തേ ചിരി ഇപ്പൊ വരും. എന്തിരി ചരക്ക്. ഹലോ ഇത് ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ്. പറ സാറേ. കട്ടിലിന്റെ അടിയിരിക്കുന്ന ആനക്കൊമ്പ് ഒന്ന് തരുമോ? എന്തിന്? അല്ല, ഇവിടെ ഇരിക്കുന്ന ആനയുടെ കൊമ്പൊന്ന് ഒടിഞ്ഞു. അപ്പൊ ആ കൊമ്പ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു. അതിനത് പശുക്കൊമ്പാ. ആനക്കുമ്പോ സേഫാ, ഞാൻ ജാമത്തിന് ഇറക്കാൻ വരാവേ. ബൈ. അല്ലേടാ. പിന്നെ ഇവിടെ DGPക്ക് ഭയങ്കര മുടി വീഴ്ചില്ല. ആ മയിലെണ്ണയും കൂടെ ഒന്ന് എടുത്തോ കേട്ടോ. പിന്നെ ആ സിംഹവാലം കുരങ്ങിന്റെ വാറ്റും എടുത്തോണ്ടോ, സ്റ്റേഷനിൽ വെച്ചടിക്കാം. അപ്പൊ ജീപ്പുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, മനസ്സിലായോ? കണ്ണാ ചാടല്ലേ? നീ എന്തോടാ അവന് മെസ്സേജ് ഇട്ടത്? ഭൂമിക്ക് വിടാന്ന്. നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ അമ്മാവല്ലായിരിക്കുന്നു. നോക്കിയപ്പോഴല്ലേ യവൻ. ഞാൻ ഈ ഭൂമിന്ന് പോവുക. ഏത് ഗ്രഹത്തിലോട്ട്? ഏതേലും ഒക്കെ ഗ്രഹത്തിലോട്ട്. കണ്ണാ പ്രശ്നം പറ, നമുക്ക് സംസാരിക്കാം. അച്ഛൻ പോടാന്ന് പറഞ്ഞു. ഓടാന്ന് പറയാനുള്ള അധികാരം ഒരു അച്ഛനില്ലേ? അങ്ങനെയാണ് എന്റെ അച്ഛൻ ഇച്ചിരി അധികാരം കൂടുതലാ. നീ ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോ ഞാൻ തന്തയില്ലാത്തവനാന്ന്. അവസ്ഥ നോക്കണേ. അതെനിക്കും തോന്നാറുണ്ട്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. ശശാങ്കൻ. അച്ഛൻ്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കയ്യിൽ കൊടുത്തു. എന്തിന്? ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പില് 1,00,000 രൂപ അച്ഛൻ്റെ കൂട്ടുകാരുടെ മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. അയാൾ ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മൾ കൊടുത്ത 50,000 ശേഖരന്റെ ആണോ? അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ചാവും. അയ്യ, 1 പറഞ്ഞ് 2 ഈ ഫ്രൂട്ടി എടുത്തോണ്ട് കായലിൽ ചാടാൻ പോകുന്ന എന്തിന്? ഞങ്ങളത് മറന്ന്. ആര് മറന്ന്? കുറച്ച് കഴിഞ്ഞ് ഓർക്കാം. നീ ടെൻഷൻ ആവാതെ, പൈസ ശേഖരട്ടന്റെ ഉണ്ടല്ലോ. പിന്നെ മുണ്ടക്കൽ ശേഖരന്റെ ഇരിക്കുന്ന പോടാ ഇറങ്ങി. അല്ലീ ശേഖരം എവിടെ ഉള്ളതെന്ന് പറഞ്ഞ്? പഞ്ചാബില്. നീ ഒരു അടയാളം പറ, നമുക്ക് കണ്ടുപിടിക്കാം. നല്ല താടിയും തലേ ടാറപ്പ ഉണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നെന്നാ? അല്ല, പഞ്ചാബി ആണല്ലോ. നല്ല ഫ്രഷ് അടയാളം പഞ്ചാബിയുള്ള ചെല്ലിപ്പ കണ്ടുപിടിക്കാം. നീ സമ്മാനപ്പെടും. നമുക്ക് ആ പൈസ വേണ്ട, മരിക്കല്ലേ. ഇതെന്തോത്തിന് മുങ്ങിച്ചാമ്പ പൂച്ചാനാ? ഒന്ന് സമ്മാനപ്പെടുത്തടാ. ഞാൻ അച്ഛനെ വിളിച്ചൊന്ന് സമ്മാനപ്പെടുത്തിട്ട് 50,000 പോയി. ഞാൻ കൂടെ ചാണ്ടി വരും. നീ എന്തെങ്കിലും അറിയാവുന്ന നീ എങ്ങനെടാ മുങ്ങിച്ചാടി സൂയിസൈഡ് ചെയ്യുന്നു? അതിന് ആര് ചാടിച്ചാവാൻ പോയി? ഫ്രൂട്ടിയിലെല്ലാം 1-ാം തരം എലി വശം അടിച്ചു വെച്ചേക്കുന്നത്. ഓ, ഫ്രൂട്ടിസൈഡ് ആയിരുന്നു. സുജിയേ, കാശാണോ പ്രധാനം? ഒരു കൂട്ടുകാരന്റെ ജീവിതമല്ലേ. ആ, വിളിക്കാം. ഒന്നുമില്ല. ആ, ഒന്നുമില്ല. മരണം ഒന്നിനൊരു പരിഹാരമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെ അതെ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. സുധീറെ, ആ വണ്ടി ഒന്ന് എടുത്തേ. എന്തിന്? ഒരു എമർജൻസി. മേടിക്കാം. അതല്ല, ഹോസ്പിറ്റൽ എമർജൻസി. അല്ല, ഇവനെ രക്ഷിക്കണ്ടേ? അവരെ നമ്മൾ രക്ഷിച്ചല്ലോ, ഇനി അടുത്ത ആളെ രക്ഷിക്കണം. അടുത്തതാ ഒരു രക്ഷയില്ലട്ടാ. ഡേറ്റ് കഴിഞ്ഞ് ഞാൻ തോന്നുന്നു. കണ്ണ് പരിഹാരം ഒന്നിനൊരു ആത്മഹത്യ ഇല്ല കേട്ടോ. അതെ അതെ, സത്യമാണ്. അത് കാണും. ജീവിതമുള്ള കണ്ണ ഒറ്റ എടുപ്പെടുത്തോടാ. അത് ചെലി പോലും ഇത്ര പെട്ടെന്ന് ചാവൂല. ഡബിൾ ഇൻഡിക്കേറ്റർ എന്തിനാ? ഒന്നുമില്ല, അവനെ അടുത്തും വലുത്ത് പറഞ്ഞൂടാതാ. അതെ, വാഷിംഗ് മെഷീനിൽ തുണിയും ഇട്ടു, പാത്രവും കഴുകി വെച്ചു. Good job, Abhi. താങ്ക്സ്. എന്നാ ഞാനൊന്ന് പുറത്തോട്ട് പോയിക്കോട്ടെ. അവന്മാരെ ഇടന്ന് വിളിക്കുന്നു. വേണ്ട. ഞാൻ എത്ര നാളായി അവന്മാരെ ഇടന്ന് പുറത്തോട്ട് പോയിട്ട്? നിനക്ക് ഞാനാണോ വലുത് അതോ അവന്മാരാണോ വലുത്? നീ എന്നാ പോണ്ട. പോണ്ട. വേണ്ട. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈം ഫ്ലാറ്റിൽ തന്നെ. എവിടെ കുഞ്ഞിപ്പങ്ങൾ? അവിടെ പെങ്ങളെ. ആ, കല്യാണത്തിന്റെ അന്ന് മുങ്ങിയതാ രണ്ടും കൂടെ. 27 മണിക്കൂർ ഫ്ലാറ്റിൽ തന്നെ അങ്ങ്. പെങ്ങളെ, നമുക്കറിയാം കല്യാണം കഴിഞ്ഞവന് നമ്മളോട് വരാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്.
സാധാരണ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് വരുമ്പോ ക്യാരറ്റ് ഹൽവയാണ് കഴിക്കാൻ കൊടുക്കാറ്. ക്യാരറ്റ് അലുവയാ മട്ടനാ ചിക്കനാ എന്താന്ന് വെച്ചാ ആവട്ടെ. ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ്. അയ്യോ എന്തേ കച്ചവടം തുടങ്ങി. നീ പോയി ഡ്രിങ്ക്സ് എടുത്തിട്ടോ ചെല്ലേ. പെങ്ങൾ അവിടെ നില്ല് പറയട്ടെ. നിനക്ക് ഓർമ്മയില്ലേ എളിയാ? ഓർമ്മയില്ല. കല്യാണത്തിന് ഇവിടെ കൂട്ടുകാരി ജാൻസി വന്നപ്പോഴത്തേക്ക് നീ പറഞ്ഞ് ജസ്റ്റ് മിസ് ഇല്ല അതിനെ നോക്കിയാ മതിയായിരുന്നു. എന്നെ വിറ്റായിരുന്നടാ അത്. ഭയങ്കര വിറ്റായിരുന്നത്. അല്ല നിങ്ങളാരും കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ? അവനോ പെട്ട് ഇനി നമ്മളും കൂടെ പെടണമെന്നാണോ കുഞ്ഞി പെങ്ങള് പറയുന്നേ? അടുത്ത വിറ്റ്. ആ പിന്നെ കഴിവുള്ളവനാട്ടോ എന്നെ ത്രികോണത്തിൽ പുകവിടാൻ പഠിപ്പിച്ച ആശാനെ ഇരിക്കുന്നേ. Hey, wait. Who gave you first puff? You Das. Who gave you first peg? Das. You. Who gave you first girl? You Das. You always. What did he say? Nothing dear. നീ പോയി അമ്മർക്കത്തിൽ വെള്ളം എടുത്ത് കലക്കി കൊടുത്ത് കൊല്ലേ ചെല്ലേ. അളിയ എന്താടാ നിങ്ങൾ തമ്മിൽ സെറ്റല്ലേ? ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലും തകരാറ്? ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. എന്തിനി? അല്ല എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട് അതെ നമ്പർ തരാന്ന്. അല്ല കുഞ്ഞിക്കാലൊന്നും കണ്ടില്ല. എടാ 2 ആഴ്ച കല്യാണം കഴിഞ്ഞിട്ട്. ഓ ഐ ഫോർഗോട്ട് ഇറ്റ് സോറി. ചായ മതി എന്ന് പറയാളിയ. എന്താ 10 വരെ ഞാൻ എണ്ണും. സാറ്റ് കളിക്കാനാണോ? അതിനു മുമ്പ് ഈ അലവലാദികളെ എന്റെ ഫ്ലാറ്റിൽ നിറക്കി വിട്ടോണോ? എടി അതെന്റെ ഫ്രണ്ട്സാ. ഇതാണോ ഫ്രണ്ട്സ്? ഇവന്മാര് വാ തുറക്കുന്നത് തിന്നാനും ആവാസം പറയാനോ തെണ്ടികള്. ഇതെന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലേ. എടി കുറച്ച് കഴിയുമ്പോ അവന്മാർ ഇറങ്ങി പൊക്കോളും. പറ്റത്തില്ല. നീ പറഞ്ഞു വിടുന്ന അതോ ഞാൻ ഇറക്കി വിടണോ? ഞാൻ പറഞ്ഞു വിട്ടോളാം. അളിയ അവൾക്ക് ചെറിയൊരു തലവേദന. ദാസെല്ലാം കേട്ടു. നന്ദിയുണ്ട്. എടി മോശമായി പോയി. ആ കണക്കായി പോയി. എടി എനിക്കറിയാം അവന്മാര് തെണ്ടികളാണ് ചെറ്റകളാണ് വൃത്തിയേട്ടവന്മാരാണെന്ന്. ആ അങ്ങനത്തെ ഫ്രണ്ട്സിനെ നിനക്ക് വേണ്ട. ഓ ഇനി ആ വൃത്തിയേട്ടവനൊക്കെ ഞാൻ ഫ്ലാറ്റിൽ കേട്ടത്തില്ല. പോരെ. ആ ഒന്ന് മൂത്രമൊഴിക്കാൻ കയറിയതാ. പിടിച്ചു നിന്ന് കൊറേ പറ്റിയില്ല. ഞാനിവിടെ പെടുക്കരുതായിരുന്നു അല്ലേ? അവന്മാര് ഓടി ഓടിയല്ലേ? ഇപ്പൊ ചെന്നാലെ കൂടെ